ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് 2022 മോഡലായിട്ടുള്ള ഒരു സ്വിഫ്റ്റ് പെട്രോളിനെ കുറിച്ചാണ്. ഏകദേശം ഒരു 50,000 കിലോമീറ്ററാണ് ഈ ഒരു വാഹനം ഓടിയിരിക്കുന്നത്. മൈലേജ് തീരെ ഇല്ല എന്നാണ് കസ്റ്റമറുടെ കമൻറ്റ് കേട്ടോ. അതായത് ഒരു 1000 രൂപേൻ്റെ പെട്രോൾ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 100 കിലോമീറ്ററിന് താഴെ ആ വാഹനം ഓടുന്നത്. നമുക്ക് ആ കംപ്ലൈൻറ്റ് എന്താണെന്ന് നോക്കാം. അതിന് മുമ്പ് നിങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഷെയറും കൂടി ഒന്ന് ചെയ്യുക. ക്രാങ്കേ നമ്മുടെ ഷോപ്പിലേക്ക് കൊണ്ടുവന്നിട്ട് 2 മണിക്കൂർ നിർത്തിയിട്ടിട്ട് ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സ്റ്റാർട്ടാവാൻ ഭയങ്കര ബുദ്ധിമുട്ട് കേട്ടോ. ഏകദേശം ഒരു 10 ക്രാങ്കെങ്കിലും എടുക്കേണ്ടി വരുന്നുണ്ട് ഒന്ന് സ്റ്റാർട്ടാവാനായിട്ട്. അങ്ങനെ സ്റ്റാർട്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് അവസ്ഥ. ബാക്ക് സൈലൻസറിൽ കൂടെ മൊത്തം ഫ്യൂല് വരും കേട്ടോ. ഒരു ബ്ലാക്ക് സ്മോക്കിങ് വരുന്നുണ്ട്. വൈറ്റും ബ്ലാക്കും കൂടിയിട്ടുള്ളൊരു മിക്സ് ആയിട്ടുള്ളൊരു സ്മോക്കിംഗ് ആണത്. അപ്പോൾ ആ ഫ്യൂവൽ മൊത്തം സൈലൻസ് കൂടെ ഇറങ്ങി പോവാണ്. അപ്പോൾ കസ്റ്റമർ പറഞ്ഞത് ശരിയാണ്, മൈലേജ് തീരെ ഇല്ല എന്നുള്ളത് പറഞ്ഞത് ശരിയാണ്. അപ്പോൾ നമുക്കിനി ഈ കംപ്ലൈൻറ്റ് എന്താണെന്നുള്ളത് നോക്കാം. അതിൻ്റെ 4 പ്ലഗ് നമ്മൾ അഴിച്ചെടുത്ത് നോക്കിയിട്ടോ. നോക്കുന്ന സമയത്ത് പ്ലഗിന് കംപ്ലൈൻറ്റ് പറയുന്നില്ല. എന്നാലും നമ്മൾ ആ ഒരു 4 പ്ലഗ് നമ്മൾ മാറ്റി അതിൻ്റെ എയർ ഫിൽറ്റർ മാറ്റിയിട്ടോ. എന്നിട്ടും കംപ്ലൈൻറ്റ് തന്നില്ല. അപ്പോൾ നമ്മൾ അടുത്ത സെക്ഷൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ, ഇഞ്ചക്ടർ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഒരു 4 ഇഞ്ചക്ടറും കംപ്ലൈൻ്റ് ആണ് കേട്ടോ. എന്തായാലും നമ്മൾ ആ പാട്ട് ഓർഡർ ചെയ്ത് വന്ന ശേഷം നമുക്ക് ആ ഒരു പാട്ട് മാറ്റിയിട്ട് നമുക്കൊന്ന് നോക്കാം. ആദ്യം ഇതിൻ്റെ എയർ ഫിൽറ്റർ നമുക്കൊന്ന് അഴിച്ച് മാറ്റാം. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, അതിലൊരു കോമൺ റെയിൽ കാണാം ഫ്യൂവലിൻ്റെ. അതിൻ്റെ ഒരു ഹോസ് വരുന്നുണ്ട്. ആ ഒരു ഹോസും പിടിപ്പിച്ച ശേഷം ആ 4 ഇഞ്ചക്ടറിൻ്റെ കപ്ലറിടം ഊരിയ ശേഷം നമുക്ക് ആ കോമൺ റെയിൽ ഇങ്ങോട്ട് അഴിച്ചെടുക്കാം. ഒരു 4 ഇഞ്ചക്ടർ നമ്മൾ അഴിച്ചെടുത്ത് നോക്കുന്ന സമയത്ത് ആ ഒരു ഇഞ്ചക്ടറുകൾ കംപ്ലൈൻറ്റ് തന്നെയാണ്. അപ്പോൾ ഇത് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വാഹനത്തിൻ്റെ കംപ്ലൈൻറ്റ് ഏകദേശം നിൽക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഇഞ്ചക്ടർ എങ്ങനെ ലീക്ക് കണ്ടുപിടിക്കുക എന്നുള്ളതിനൊരു വീഡിയോ ഞാൻ മുന്നൊന്ന് ചെയ്തിട്ടുണ്ട്. ഒരു ബലീനോ വെഹിക്കിളിൻ്റെയാണ്. അത് ഞങ്ങൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ ലീക്ക് കണ്ടുപിടിക്കുക എന്നുള്ളതിനെ നമ്മൾക്ക് വൃത്തിയായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ഒരു 4 ഇഞ്ചക്ടർ ഇതിൽ സെറ്റ് ചെയ്ത ശേഷം നമുക്ക് നോക്കാം. വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒരു വർക്കാണ് ഈ ഒരു ഇഞ്ചക്ടർ മാറ്റുന്നത്. എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇഞ്ചക്ടറിൻ്റെ താഴെയും മേലെയായിട്ട് ഓരോ വാഷർ വരുന്നുണ്ട്. അത് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് സെപ്പറേറ്റായിട്ട് പാർട്ട് നമ്പർ അതിനില്ല. അപ്പോൾ അത് പൊട്ടിയാൽ നമുക്ക് ഒരു ഇഞ്ചക്ടറായിട്ട് ഫുള്ളായിട്ട് മാറ്റേണ്ടി വരും. അതുകൊണ്ടാണ് അത് ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട വർക്കാണെന്ന് പറഞ്ഞത്. അഴിച്ചെടുത്ത എല്ലാ ഭാഗങ്ങളും നമ്മൾ വൃത്തിയായി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ആ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടോ എന്നുള്ളത് ഇപ്പം അറിയാം. നമ്മൾ കണ്ടില്ലേ, ഒരൊറ്റയടിക്ക് തന്നെ വാഹനം സ്റ്റാർട്ടായി. ആ ഒരു കംപ്ലൈൻറ്റ് പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കംപ്ലൈൻറ്റ് വരാൻ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളടിക്കുന്ന ആ ഒരു ഫ്യൂവലിൻ്റെ പ്രശ്നം കൊണ്ട് കേട്ടോ. അതായത് ഫ്യൂവൽ കംപ്ലൈൻ്റ് ആയിട്ടുള്ളൊരു ഫ്യൂവൽ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സംഭവിക്കും. പിന്നെ നമ്മൾ ഒരുപാട് കാലം വാഹനം ഓട്ടിക്കാതെ നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫ്യൂവൽ കംപ്ലൈൻറ്റ് വരും. ആ സമയത്തും ഇങ്ങനെയുള്ള കംപ്ലൈൻറ്റ് വരാൻ സാധ്യത കൂടുതലാണ്. ആ ഒരു ഇഞ്ചക്ടർ അങ്ങനെയാണ് കംപ്ലൈൻ്റ് ആയത്.